CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ നിർവഹിച്ചു. CCTV കലോത്സവ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും DEO നിർവഹിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ്. കുന്നംകുളം നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കളത്തിലേക്കിറങ്ങി BJP. ഒരു സിറ്റിംഗ് വാർഡ് ഉൾപ്പെടെ 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. കുന്നംകുളം നഗരസഭയിൽ 650 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കാമ്പില്ലാത്ത അവകാശവാദങ്ങളാണ് ഭരണസമിതിയുടേതെന്ന് പ്രതിപക്ഷം. പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിന് തുടക്കം. തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നിറഞ്ഞ കാലത്തിന് വിരാമം കുറിച്ച് സൗഹാർദ്ദാന്തരീക്ഷത്തിൽ കുന്നംകുളം നഗരസഭയുടെ അവസാന കൌൺസിൽ യോഗം. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ മാറ്റിവെച്ച് വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ഊഷ്മള കാഴ്ചയായിരുന്നു അവസാന കൌൺസിൽ യോഗം. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മളോത്സവം 2025 റിയാദിലെ അൽയാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ അരങ്ങേറി. കലാകായിക പരിപാടികളും സാംസ്കാരിക സമ്മേളനവുമടക്കം വിപുലമായാണ് പരിപാടി ആഘോഷിച്ചത്. കുന്നംകുളം പ്രസ് ക്ലബ് മുൻ ട്രഷററും മാതൃഭൂമി കുന്നംകുളം ലേഖകനുമായ KR ബാബുവിന് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. കുന്നംകുളത്ത് നിന്ന് തൃശൂർ ബ്യൂറോയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രയയപ്പ് യോഗം നടത്തിയത്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോയിലേക്ക് ഇത്തവണയും ജോൺസൺ മാസ്റ്റർ തയ്യാറാക്കിയ ചിത്രം തെരഞ്ഞെടുത്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകനായ ജോൺസൺ നമ്പഴിക്കാട് തയ്യാറാക്കിയ ലോഗോ തിരഞ്ഞെടുത്തത് തുടർച്ചയായ 3ാം തവണ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഉപജില്ലാ കലോത്സവത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി NSS വളണ്ടിയർമാർ മാതൃകയാകുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ NSS വിദ്യാർത്ഥികളാണ് കലോത്സവത്തിനെത്തുന്നവർക്ക് വിഭവങ്ങൾ വിൽപ്പന നടത്തുന്നത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 29ാമത് ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ സിസിലി പുണ്യവതിയുടെ തിരുനാളും കുടുംബസംഗമവും നടത്തി. തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.